കൊച്ചിയിൽ സ്ത്രീകൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ഇരുട്ടിന്റെ മറവിൽ മാത്രമല്ല, പട്ടാപ്പകൽ പോലും ആക്രമണങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. സുരക്ഷിതമല്ലാത്ത നഗര സാഹചര്യങ്ങളും സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങളിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനാസ്ഥയും വ്യാപകമായ വിമർശനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇത്തരം അതിക്രമങ്ങൾ നടക്കുമ്പോൾ അർദ്ധരാത്രി സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് എന്തിനാണെന്ന രീതിയിൽ പോലീസുകാരിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ. എറണാകുളം അയ്യപ്പൻകാവിൽ ഒരു യുവതിക്ക് നേരെ പട്ടാപ്പകൽ ആക്രമണമുണ്ടായിട്ടും 1 മാസത്തിന് ശേഷമാണ് പോലീസിന് CCTV ദൃശ്യങ്ങൾ പോലും കണ്ടെത്താൻ കഴിഞ്ഞത്. എന്നാൽ പ്രതി ഇപ്പോഴും കാണാമറയത്താണ്. സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കേണ്ട നമ്മുടെ പോലീസും നിയമ സംവിധാനങ്ങളും നോക്കുകുത്തികളാണ്. പോലീസിന്റെ CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമാണ്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കൊച്ചിയിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. ഇരുട്ടിന്റെ മറവിലും പകൽ വെളിച്ചത്തിലും ആക്രമികൾ അഴിഞ്ഞാടുന്നു. ഇവിടെ നിയമ സംവിധാനങ്ങൾ നോക്കുകുത്തികളാകുകയാണ്. നഗരവീഥികളിലെ ക്യാമറ കണ്ണുകൾ പോലും പ്രവർത്തനരഹിതം. എറണാകുളം അയ്യപ്പൻകാവിൽ യുവതിക്ക് നേരെ ആക്രമണമുണ്ടായി 1 മാസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ആക്രമിയുടെ ദൃശ്യങ്ങൾ പോലും ലഭിച്ചത് 50ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം. യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്താൻ ശ്രമിച്ചതിന് പിന്നാലെ സ്കൂട്ടർ യാത്രക്കാരൻ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. പ്രതിയെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്നതാണ് ബംഗളൂരു. പഠനത്തിനും ജോലിക്കുമായി രാത്രി സമയങ്ങളിൽ പോലും പെൺകുട്ടികളും യുവതികളും നഗരത്തിൽ സജീവമാണ്. എന്നാൽ ബംഗളൂരുവിന് പുറത്തുള്ള മറ്റ് പ്രദേശങ്ങളിലെ സാഹചര്യം എന്താണ്? യാത്രക്കിടെ ഒറ്റപ്പെട്ടു പോയാൽ സ്ത്രീകൾ സൂക്ഷിക്കണം. കർണാടക ബസവപട്ടണയിൽ 41കാരി നേരിട്ട ദുരനുഭവം ഞെട്ടലോടെയാണ് കേട്ടത്. യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ 10 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭർത്താവുമായി പിണങ്ങി രാത്രിയിൽ വീട് വിട്ടിറങ്ങിയ യുവതിക്ക് നേരെയായിരുന്നു ആക്രമണം. ഈ മാസം 3-നാണ് ബസവപട്ടണ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 41കാരിയെ 10 പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തത്. ഭർത്താവുമായി വഴക്കുണ്ടായി മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകും വഴിയാണ് സംഭവം. പ്രതികൾ യുവതിയെ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ച് ഒറ്റപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു. പീഡന ദൃശ്യങ്ങൾ പ്രതികൾ ചിത്രീകരിച്ചു. വീഡിയോകളും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത്. സംഭവത്തിൽ ബസവപട്ടണ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്നതിലും അന്വേഷണം തുടരുകയാണ്. പ്രതികളെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു വരികയാണ്. ಈ ಮಹಿಳೆಗೆ ನೊಂದ ಮಹಿಳೆಯವರಿಗೆ ಗಂಡ ಮತ್ತು ಹೆಂಡತಿ ಗಂಡ ದಿನ ಕುಡ್ಕೊಂಡು ಬರ್ತಾ ಇರ್ತಾನೆ. ಕುಡ್ಕೊಂಡು ಬಂದ ಹಿನ್ನೆಲೆಯಲ್ಲಿ ಸಂಸಾರ ಸಾಗಿಸಲು ಕಷ್ಟ ಆಗುತ್ತೆ ಅಂತೇಳಿ ಸ್ವಲ್ಪ ಗಲಾಟೆ ಆಗುತ್ತೆ. ಮನನೊಂದಿರ್ತಕ್ಕಂಥ ನೊಂದ ಮಹಿಳೆ ಅಲ್ಲಿಂದ ಹತ್ತಿರದಲ್ಲಿರ್ತಕ್ಕಂಥ ತನ್ನ ತವರೂರಿಗೆ ಹೋಗ್ಬೇಕಂತ ಬಿಟ್ಟೇಳಿ ನಡೆಕೊಂಡು ಹೋಗ್ತಾರೆ. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ക്രൂരമായ കൂട്ടബലാത്സംഗം വാർത്തയായതോടെ പ്രദേശത്ത് വൻ ജനരോഷമുയർന്നു. പ്രതികളെ അറസ്റ്റ് ചെയ്ത വിവരമറിഞ്ഞ് 100 കണക്കിന് നാട്ടുകാർ ബസവപട്ടണ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് തടിച്ചുകൂടി കനത്ത പ്രതിഷേധമുയർത്തി. ಬೇಕಂತ ನನ್ನ ಮಗನ ಮೇಲೆ ಕೇಸ್ ಹಾಕಿ ಮಾಡಿದ್ದಾರೆ ಸ್ವಾಮಿ. ನನ್ನ ಮಗ ಟ್ಯಾಕ್ರಿ ಹೊಡೆದಿದ್ದು ರೈತರ ಕೆಲಸ. ಬೆಳಗ್ಗೆ 8 ಗಂಟೆ ನನ್ನ ಮಗ ಬಂದು ಡೀಸೆಲ್ ತಗೊಂಬಂದು ಬೆಳಗ್ಗೆ 6 ಗಂಟೆಗೆ ಹೋದನ್, ರಾತ್ರಿ 8 ಗಂಟೆಗೆ ಬರೋನ್ ನನ್ನ ಮಗ ಸ್ವಾಮಿ. ഭാരതീയ ന്യായ സംഹിതയിലെ കൂട്ടബലാത്സംഗം, രഹസ്യമായി ദൃശ്യങ്ങൾ പകർത്തൽ, നിയമവിരുദ്ധമായി ഒത്തുകൂടൽ, കൂടാതെ IT ആക്ടിലെ പ്രസക്തമായ വകുപ്പുകൾ എന്നിവ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സ്ത്രീകളുമായി വഴിവിട്ട് സൗഹൃദം കൂടാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇത്തരം ബന്ധങ്ങൾ ആദ്യമൊക്കെ ആസ്വദിക്കാൻ കഴിയും. പിന്നീട് ധനനഷ്ടവും മാനഹാനിയും സംഭവിക്കുമെന്ന് മാത്രമല്ല, ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബം പോലും തകരുന്ന സാഹചര്യമുണ്ടാകാം. പാലക്കാട് വടക്കഞ്ചേരിയിൽ ഒരു പെൺകെണിയിൽ കുടുങ്ങിയ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കഥയൊന്ന് കേൾക്കാം.
ലക്കിടി സ്വദേശിയായ റിട്ടയർഡ് റവന്യൂ ഉദ്യോഗസ്ഥനാണ് സർവീസിലിരിക്കെ ഒരു യുവതിയുമായി അടുപ്പത്തിലായത്. ആ സമയം പലതവണ അവർ പണവും മൊബൈൽ ഫോണും ഉൾപ്പെടെ വാങ്ങി. പിന്നീട് ഈ ബന്ധത്തെക്കുറിച്ച് കുടുംബത്തെ അറിയിക്കുമെന്ന് യുവതി ഭീഷണിപ്പെടുത്തിയതോടെ പരാതിയും കേസും. സൗഹൃദം സ്ഥാപിച്ച് 20 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ വടക്കഞ്ചേരി സ്വദേശിനി പ്രിൻസിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലക്കിടി സ്വദേശിയായ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥൻ സർവീസിലിരിക്കെ 2006-ലാണ് ഈ തട്ടിപ്പ് തുടങ്ങിയത്. പട്ടയ സംബന്ധമായ കാര്യത്തിന് ഒറ്റപ്പാലത്തെ സർക്കാർ ഓഫീസിലെത്തിയ പ്രിൻസി റവന്യൂ ഉദ്യോഗസ്ഥനുമായി സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു. തുടർന്ന് വിവിധ കാരണങ്ങൾ പറഞ്ഞ് പല തവണകളിലായി പണവും മൊബൈൽ ഫോണുകളും കൈക്കലാക്കി. വേറെ വീട് വാങ്ങാൻ പണം ആവശ്യപ്പെട്ട് പ്രിൻസി ഭീഷണിപ്പെടുത്തി. പണം തന്നില്ലെങ്കിൽ ഉദ്യോഗസ്ഥന്റെ കുടുംബത്തെ വിവരമറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 5 ലക്ഷം രൂപ വീട് വാങ്ങാൻ തട്ടിയെടുത്തു. സൗഹൃദത്തിന്റെ പേരിലുള്ള ബന്ധം വീട്ടിൽ അറിഞ്ഞതിനാൽ കുടുംബം തകർന്നു. തുടർന്നും ഭീഷണിപ്പെടുത്തി മാസം തോറും ചെലവിനായും പണം വാങ്ങിച്ചെന്നും പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നു. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷമാണ് ഇയാൾ പരാതി നൽകിയത്. സൗഹൃദത്തിന്റെ പേരിൽ യുവതി പണവും മൊബൈൽ ഫോണുകളും കൈക്കലാക്കിയെന്നാണ് വിവരം. 20 ലക്ഷം രൂപ പ്രിൻസി തട്ടിയെടുത്തു എന്നാണ് ഒറ്റപ്പാലം ലക്കിടി സ്വദേശിയായ റിട്ടയർഡ് റവന്യൂ ഉദ്യോഗസ്ഥൻ നൽകിയ പരാതി. തുടർന്ന് ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപം പ്രിൻസിയുടെ ഉടമസ്ഥതയിൽ ബ്യൂട്ടി പാർലറുണ്ട്. ഇരകളുടെ കൂട്ടത്തിൽ ഇനിയും സർക്കാർ ഉദ്യോഗസ്ഥർ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വിവിധ ഉദ്യോഗസ്ഥരുമായി പ്രിൻസിക്ക് ബന്ധമുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. ഒറ്റപ്പാലം പോലീസാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ന്യൂസ് 18 പാലക്കാട്. നീയൊക്കെ പുഴുത്തു ചാകൂടാ, വെള്ളം കിട്ടാതെ ചാകും. പാലക്കാട് പട്ടാമ്പി കൊടലൂരിലെ മുഹമ്മദിന്റെ കൊലയാളികൾക്ക് നേരെയുള്ള കൊച്ചുമക്കളുടെ വൈകാരിക പ്രതികരണമായിരുന്നു ഇത്. പ്രതികളുമായി പോലീസ് തെളിവെടുപ്പിനെത്തിയപ്പോഴായിരുന്നു നാടകീയ രംഗങ്ങൾ. ഇൻസ്റ്റഗ്രാമിൽ കമന്റ് ഇട്ടതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് 1 മാസം മുൻപാണ് 3-അംഗ സംഘം മുഹമ്മദിനെ കൊലപ്പെടുത്തിയത്. നേരത്തെ കോടതി റിമാൻഡ് ചെയ്ത പ്രതികളെ വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായിട്ടാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇക്കഴിഞ്ഞ മെയ് 3-നാണ് പട്ടാമ്പി കൊടലൂരിൽ 64 വയസ്സുള്ള മുഹമ്മദിനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം കൊലപാതകമാണെന്ന് കണ്ടെത്തിയതോടെ പോലീസ് പ്രതികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. ഒടുവിൽ ശങ്കരമംഗലം സ്വദേശികളായ മുഹമ്മദ് റഫീഖ്, സജാദ്, തിരുവനന്തപുരം തിരുമല സ്വദേശി റോയി എന്നിവരെ അറസ്റ്റ് ചെയ്തു. പിന്നീട് കോടതി റിമാൻഡ് ചെയ്ത പ്രതികളെ പോലീസ് 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. കസ്റ്റഡിയിൽ ലഭിച്ച പ്രതികളുമായി പട്ടാമ്പി SHO ജെ ജിനീഷിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തി. അതിനിടെ പ്രതികൾക്ക് നേരെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമുണ്ടായി. ഇൻസ്റ്റഗ്രാമിൽ കമന്റ് ഇട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. മദ്യലഹരിയിലായിരുന്ന പ്രതികൾ വീട്ടിലെത്തി മുഹമ്മദുമായി നടന്ന വാക്കുതർക്കത്തിനിടെയാണ് കൊലപാതകം നടന്നത്. രാത്രിയിൽ പ്രതികളായ 3 പേരും മുഹമ്മദിനെ അന്വേഷിച്ച് സമീപത്തെ വീടുകളിലെത്തിയിരുന്നു. സമീപവാസികളുടെ മൊഴിയുടെയും CCTV ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികൾ പിടിയിലായത്. മുഹമ്മദിന്റെ തലയുടെ പുറകിലേറ്റ മുറിവാണ് മരണകാരണം. വീട്ടിലെത്തിയ പ്രതികളും മുഹമ്മദും തമ്മിൽ വാക്കുതർക്കവും സംഘർഷവും ഉണ്ടായതായാണ് വിവരം. ഇളയ മകന്റെ വീട്ടിലാണ് മുഹമ്മദ് താമസിച്ചിരുന്നത്. വീട്ടുകാർ പുറത്തുപോയ സമയത്താണ് പ്രതികൾ സ്ഥലത്തെത്തുകയും മുഹമ്മദിനെ കൊലപ്പെടുത്തുകയും ചെയ്തത്. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷം പ്രതികളെ ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 പട്ടാമ്പി. പോലീസിന് നേരെ കഴിഞ്ഞ ദിവസം എന്തൊക്കെ വെല്ലുവിളിയായിരുന്നു. പെൻഷൻ വാങ്ങി സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല, കായികപരമായി നേരിടുമെന്നൊക്കെ വലിയ ഭീഷണി മുഴക്കിയവനാണ് അർജുനായങ്കി. കോതമംഗലം SHOയ്ക്കെതിരെ വധഭീഷണി മുടക്കിയ സംഭവത്തിൽ
അർജുൻ ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് തീരുമാനിച്ചതോടെ ആൾ അല്പം മര്യാദക്കാരനായിട്ടുണ്ട്. താൻ എഴുതിയതും പറഞ്ഞതും പ്രകടിപ്പിച്ചതും സ്വാഭാവിക വികാരമെന്നാണ് അർജുൻ ആയങ്കിയുടെ പുതിയ പോസ്റ്റ്. ആയങ്കിയുടെ ഭീഷണി പോസ്റ്റിൽ കേസെടുത്തതിന് പിന്നാലെയാണ് ജാമ്യം റദ്ദാക്കാൻ കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകിയത്. സമാധാനപരമായി പെൻഷൻ വാങ്ങി ശിഷ്ടജീവിതം നയിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു അർജുൻ ആയങ്കിയുടെ പോസ്റ്റ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കിയെയും സംഘത്തെയും കോതമംഗലം പോലീസ് കഴിഞ്ഞ മെയ് 3-നാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് അർജുൻ ആയങ്കി കോതമംഗലം സിഐക്കെതിരെ ഫേസ്ബുക്ക് കുറിപ്പ് വഴി പരസ്യ ഭീഷണിയും അധിക്ഷേപവും നടത്തിയത്. റിസോർട്ടിൽ പാർട്ടി നടത്തി കുറ്റകൃത്യം ആസൂത്രണം ചെയ്തതിനിടയിലാണ് ആയങ്കിയെയും സംഘത്തെയും പോലീസ് പിടികൂടുന്നത്. അർജുൻ ആയങ്കിയുടെ കുറിപ്പ് ചർച്ചയായതിനു പിന്നാലെയാണ് പോലീസ് കേസെടുത്തത്. ഞങ്ങൾ അനുഭവിച്ച ഈ നിയമവിരുദ്ധ അധികാര ദുർവിനിയോഗ പ്രതികാര നടപടി ഇനിയൊരാൾക്കും നേരിടേണ്ടി വരരുതെന്നാണ് പോസ്റ്റിൽ കുറിക്കുന്നത്. നിന്നെപ്പോലെയുള്ള കാക്കിയിട്ട ചെന്നായ്ക്കളെ നിയമപരമായും പോലീസ് ബുദ്ധിയിൽ നിയമത്തിന്റെ കണ്ണി പൊട്ടിച്ചു രക്ഷപ്പെട്ടാൽ കായികപരമായും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. നീയും നിന്റെ ഡിപ്പാർട്ട്മെന്റും ഭരണപാർട്ടിയുടെ ഒത്താശയോടെ ഇനിയും എന്നെ ദ്രോഹിക്കുമെന്നറിയാം. യുദ്ധപ്രഖ്യാപനം നീയടങ്ങുന്ന സിസ്റ്റത്തിനെതിരെയല്ല. ഈ സിസ്റ്റത്തിലെ കൈക്കൂലിയും കൂട്ടിക്കൊടുപ്പും കൊട്ടേഷനും നടത്തി ചിരിച്ചുകൊണ്ട് നിരപരാധികളുടെ ജീവിതം നശിപ്പിക്കുന്ന പുഴുക്കുത്തുകളായ നിന്നെപ്പോലുള്ള ക്രിമിനലുകൾക്കെതിരെയാണെന്നും അർജുൻ ആയങ്കി ഫേസ്ബുക്കിൽ കുറിക്കുന്നു. ന്യൂസ് 18 കൊച്ചി. അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരും കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരും അധികാര ദുർവിനിയോഗം നടത്തുന്ന പോലീസുകാരുമാണ് ഈ നാടിൻ്റെ ശാപം. അതായത് സാധാരണ പൗരന് സേവനം ചെയ്യേണ്ടവരാണ് സാമൂഹ്യ ദ്രോഹികളായി മാറുന്നത്. വില്ലേജ് ഓഫീസുകൾ മുതൽ സെക്രട്ടേറിയറ്റ് വരെ നീണ്ടു നിൽക്കുന്നതാണ് ഈ കൈക്കൂലിക്കാരുടെ പട്ടിക. കോഴിക്കോട് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചതിൻ്റെ ബില്ല് പാസ്സാക്കുന്നതിൻ്റെ 10,000 രൂപ കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥനെ വിജിലൻസ് കയ്യോടെ പൊക്കി. പൊതുമരാമത്ത് കരാറുകാരിൽ നിന്നും കൈക്കൂലി വാങ്ങിയ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഓവർസിയറാണ് പിടിയിലായത്. കോഴിക്കോട് ഓടമ്പറ സ്വദേശിയും ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറുമായ നവീൻ രവി മുൻപും പണം വാങ്ങിയിട്ടുണ്ടെന്നാണ് ആക്ഷേപം. പൊതുമരാമത്ത് കരാർ ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുന്ന പരാതിക്കാരൻ കോഴിക്കോട് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ റോഡ് നിർമ്മാണ കരാറുകൾ നടത്തിവരികയായിരുന്നു. കിഴക്കോത്ത്, താമരശ്ശേരി പഞ്ചായത്തുകളിൽ ഇത്തരത്തിൽ പൂർത്തിയാക്കിയ 2 പ്രവൃത്തികളുടെ ബില്ലാണ് കേസിനാസ്പദമായത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ അളവെടുപ്പ് പൂർത്തിയാക്കി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അംഗീകരിച്ച ബില്ലുകൾ ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഓൺലൈനായും നേരിട്ടും അയച്ചിരുന്നു. എന്നാൽ തുടർ നടപടികൾക്കായി ഈ ഫയലുകൾ ഓവർസിയർ നവീൻ രവിയുടെ പക്കൽ എത്തിയതോടെ ചുവപ്പുനാടയിൽ കുടുങ്ങുകയായിരുന്നു. രണ്ട് ബില്ലുകളിലും 1.5 മാസത്തിലധികമായി ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ നടപടികളൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്ന് പരാതിക്കാരൻ ഒരു സുഹൃത്തുമായി ഓഫീസിലെത്തി നവീൻ രവിയെ നേരിൽ കണ്ട് വിവരം തിരക്കി. ഈ സമയത്താണ് ബില്ലുകൾ പെട്ടെന്ന് ശരിയാക്കി നൽകാൻ നവീൻ രവി 10,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത്. എന്നാൽ അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ താൽപ്പര്യമില്ലാത്ത കരാറുകാരൻ ഈ വിവരം കോഴിക്കോട് വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ അറിയിക്കുകയായിരുന്നു. മേഡം കണ്ടോ, വ്യത്യാസം കണ്ടോ? നിറത്തിന്റെ വ്യത്യാസം കണ്ടോ? പിങ്ക് കളറാവുന്ന കാണുന്നില്ലേ? തുടർന്ന് വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം കൃത്യമായ കെണിയൊരുക്കി. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് പരാതിക്കാരനിൽ നിന്ന് 10,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് സംഘം നവീൻ രവിയെ വളയുകയും പണവുമായി കൈയോടെ പിടികൂടുകയും ആയിരുന്നു. പ്രതിക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്ത് തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്.
News18 കോഴിക്കോട്. സോഷ്യൽ മീഡിയയിൽ സൗന്ദര്യവർദ്ധക ചികിത്സകൾക്ക് വലിയ പ്രചാരമാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ പ്രചാരം നേടിയ ഒരു ക്ലിനിക്കിൽ മൂക്കിൻ്റെ എല്ലിൻ്റെ വളവ് നേരെയാക്കാൻ ശസ്ത്രക്രിയ ചെയ്ത ഒരു യുവതിക്ക് നേരിടേണ്ടി വന്നത് വലിയ ദുരിതമാണ്. സർജറി കഴിഞ്ഞിട്ട് 1 വർഷത്തോളമായി. ഇപ്പോഴും അണുബാധ. പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്പ്യാർ ഫേസ് ക്ലിനിക് ഉടമ ഡോക്ടർ വരുൺ നമ്പ്യാർക്കെതിരെ പോലീസ് കേസെടുത്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. മറ്റ് 2 യുവതികൾ കൂടി പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ശ്വാസതടസ്സത്തെ തുടർന്നാണ് യുവതി ക്ലിനിക്കിലെത്തുന്നത്. 1 വർഷത്തോളമായി സർജറി കഴിഞ്ഞിട്ട് ഇപ്പോഴും അണുബാധയുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്പ്യാസ് ഫേസ് ക്ലിനിക് ഉടമ ഡോക്ടർ വരുൺ നമ്പ്യാർക്കെതിരെ പോലീസ് കേസെടുത്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി. 6 മാസത്തോളം ഞാൻ ഈ ക്ലിനിക്കിന് മെസ്സേജ് അയച്ചു. എൻ്റെ ഓരോ എനിക്ക് എന്ത് ഇപ്പോൾ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിലും പെയിൻ ആണെങ്കിലും എല്ലാം ഞാൻ ഇവരെ അറിയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് നല്ല റിപ്ലൈ ഒന്നുമല്ല എനിക്ക് കിട്ടിയേക്കുന്നത്. ഇവർ അത് ശരിയാവും, അത് നോർമലാണ്, നിങ്ങൾ 1 മാസം വെയിറ്റ് ചെയ്യൂ, 2 മാസം വെയിറ്റ് ചെയ്യൂ, അങ്ങനെ ഇവരെന്നെ ഓൾമോസ്റ്റ് ഒരു 6 മാസത്തോളം ഇത് പറഞ്ഞു. ഞാനത് ഇവർ തന്ന ഒരു ഹോപ്പിൽ ഞാൻ നിന്നു. പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന, വീണ്ടും വീണ്ടും വേദന കൂടി വന്നു. എനിക്ക് ചിരിക്കാനോ വാ തുറക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു സെക്കൻഡ് ഒപ്പീനിയൻ നിലയിൽ വേറൊരു ഹോസ്പിറ്റലിൽ പോയി കാണിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് ഇത്രയും പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. എൻ്റെ നെർവ്സൊക്കെ ബ്ലോക്കാണ്, മൂക്കിൻ്റെ പാല് ശരിയായിട്ടില്ല എന്നൊക്കെ ഉള്ളത് അവിടുത്തെ ഇതിലുള്ള ചികിത്സയിലാണ് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോഴും ഞാൻ അവിടുത്തെ ട്രീറ്റ്മെൻറ്റിലാണ്. എനിക്ക് ഓൾമോസ്റ്റ് 1.5 വർഷത്തോളം മെഡിസിൻ എടുത്താലേ എൻ്റെ നെർവ്സൊക്കെ നോർമൽ ആവത്തുള്ളൂ. ഓറൽ മാക്സിലോഫേഷ്യൽ സർജറിയാണ് വരുൺ നമ്പ്യാർ ചെയ്തു വരുന്നത്. വിസ്ഡം ടൂത്ത് ശസ്ത്രക്രിയ, താടിയെല്ല് പൊട്ടൽ, മുഖത്തെ പരുക്കുകൾ, വായിലെ ക്യാൻസർ, മുഖ താടി വൈകല്യങ്ങൾ തുടങ്ങിയവയാണ് സാധാരണയായി ഓറൽ മാക്സിലോഫേഷ്യൽ സർജറി ചെയ്യുന്നത്. ശ്വാസതടസ്സത്തെ തുടർന്ന് സെപ്റ്റോപ്ലാസ്റ്റി ചെയ്യാനാണ് പരാതിക്കാരി ക്ലിനിക്കിലെത്തുന്നത്. എന്നാൽ റൈനോപ്ലാസ്റ്റി കൂടി ചെയ്യണമെന്ന് ഡോക്ടറുടെ നിർദ്ദേശമായിരുന്നുവെന്ന് പരാതിക്കാരി പറയുന്നു. എനിക്കിങ്ങനെ സർജറി വേണമെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് കാണുന്നത്. അപ്പോൾ പുള്ളി ഇതുപോലത്തെ സർജറീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ സെപ്റ്റോപ്ലാസ്റ്റി, റൈനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള സർജറിയാണ്. എനിക്ക് സെപ്റ്റോപ്ലാസ്റ്റി ആയിരുന്നു മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ സെപ്റ്റോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോകുന്നത്. പിന്നെ ഡോക്ടർ താല്പര്യപ്രകാരമാണ് അതിൽ റൈനോപ്ലാസ്റ്റിയും കൂടെ ഡോക്ടർ ആഡ് ചെയ്യുന്നത്. അപ്പം അത് അന്ന് സർജറിയുടെ അന്ന് രാവിലെ ഡോക്ടർ തീരുമാനിച്ചിട്ട് എൻ്റെ അടുത്ത് ജസ്റ്റ് ഒരു കീ ഹോൾ സർജറി ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് അന്ന് മോർണിംഗിൽ ഡോക്ടർ പ്ലാൻ മാറ്റിയിട്ടാണ് എന്നെ ഓപ്പൺ സർജറി ചെയ്യുന്നത്. അതും ലോക്കൽ അനസ്തേഷ്യ തന്നിട്ട്. എന്നോട് ജനറൽ അനസ്തേഷ്യ തരുന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പുള്ളി കൊടുത്തേക്കുന്ന പരസ്യം എന്താണ് ശരിക്കും പുള്ളിയുടെ ക്വാളിഫിക്കേഷൻ എന്ന് ആർക്കും മനസ്സിലാവത്തില്ല. പല തരത്തിലുള്ള ചികിത്സകൾ പുള്ളി ചെയ്യുന്നുണ്ട്. അതേസമയം പരാതിക്കാരി തന്റെ കയ്യിൽ നിന്നും പണം തട്ടാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും ഡോക്ടർ വരുൺ നമ്പ്യാർ പ്രതികരിച്ചു. ഒരു സൈഡ് മാത്രം കേട്ട സർ, ഒരു സർജറി നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ നിർബന്ധമായിട്ടും കേസ് റിപ്പോർട്ട്സ് എല്ലാം ഉണ്ടാവും. ഇവർ രണ്ടാമത് കേസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോഴും ഞാൻ ആക്ച്വലി വിദേശത്തായിരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ തിരിച്ചു വന്നു. കാരണം രണ്ടാമത് കേസ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ കേസ് റിപ്പോർട്ടിൽ ഡോക്ടറുടെ സീനും സൈലും വേണം. അപ്പോൾ രണ്ടാമത് ഇവർ ചോദിച്ചത് ഡിസംബർ മാസം അവസാനമാണ്. ആ സമയത്ത് ഞാൻ വിദേശത്ത് എൻ്റെ മക്കളെയും കൂടെ ഞാൻ ഒരു യാത്ര പോയിരിക്കുകയാണ്. തിരിച്ചു വന്ന് ജനുവരി 4-ാം തീയതി വന്നു. ജനുവരി 5-ാം തീയതി ഇവർക്ക് രണ്ടാമത്തെ കോപ്പി ഞാൻ കൊടുത്തിരിക്കുകയാണ്. പിന്നെ എൻ്റെ കയ്യിൽ റെക്കോർഡ്സ് ഇല്ല എന്നുള്ളത് അവരെങ്ങനെ പറയാം? എൻ്റെ കയ്യിലുള്ള ഓരോ പേഷ്യൻ്റ് ചെയ്യുന്നതിൻ്റെയും റെക്കോർഡ്സ് ഉണ്ട്, ഓരോ പേഷ്യൻ്റെയും കൺസെന്റ് ഫോം ഉണ്ട്. ഇതൊക്കെ ചെയ്യാതെ ഒരു സർജറി ഇവിടെ നടത്താൻ പറ്റില്ല. കാരണം ഈ കൊച്ചു കേരളത്തിൽ ഇതൊക്കെ വളരെ വൾണറബിൾ ആണ്. ഈ പരാതിയിൽ വരുൺ നമ്പ്യാർ പരാതിക്കാരിയുടെ ഭർത്താവിനും സുഹൃത്തുക്കൾക്കുമെതിരെ കടവന്ത്ര സ്റ്റേഷനിൽ കേസ് കൊടുത്തിരുന്നു. അത് 2026 മാർച്ച് 10-നാണ്. എന്നാൽ പരാതിക്കാരി മെഡിക്കൽ നെഗ്ലിജൻസിന് പരാതി അയച്ചത് ഫെബ്രുവരി 12-നാണ്. റൈനോപ്ലാസ്റ്റി എന്നത് മൂക്കിന്റെ പുറമേയുള്ള ആകൃതിയോ വലിപ്പമോ മാറ്റുന്നതിന് ചെയ്യുന്ന ശസ്ത്രക്രിയയാണ്. സെപ്റ്റോപ്ലാസ്റ്റി ആകട്ടെ മൂക്കിനുള്ളിലെ വളഞ്ഞ സെപ്റ്റം ശരിയാക്കി ശ്വാസം മെച്ചപ്പെടുത്തുന്നു. ദന്തൽ സർജന്മാരാണ് സാധാരണയായി ഈ ശസ്ത്രക്രിയകൾ ചെയ്യാറുള്ളത്. ചിലപ്പോൾ രണ്ടും ഒരുമിച്ച് ചെയ്യുമ്പോൾ അതിനെ സെപ്റ്റോ റൈനോപ്ലാസ്റ്റി എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ 2015-ൽ MDS പൂർത്തിയാക്കിയ വരുൺ നമ്പ്യാർ പഠിച്ച സിലബസിൽ ഈ ടോപ്പിക് ഉണ്ടായിരുന്നില്ല എന്ന് IMA പ്രതിനിധി ഡോക്ടർ പത്മനാഭൻ വ്യക്തമാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു ഇദ്ദേഹം അവകാശപ്പെടുന്ന പോലെ ഞാൻ മെഡിക്കൽ നെഗ്ലിജൻസ് കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് ശുദ്ധ തെറ്റാണ്, നുണയാണ്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അറിയാത്തൊരു കാര്യം ചെയ്യാത്തൊരു പറ്റാത്തൊരു കാര്യം ചെയ്യുന്നത് തന്നെ മെഡിക്കൽ നെഗ്ലിജൻസ് ആണത്. അറിയാത്തൊരു കാര്യം എന്ന് പറയാൻ കാരണം ഇദ്ദേഹം പാസ്സായത് MDS പാസ്സായത് 2015-ലാണ്. ഈ 2015 ഇദ്ദേഹം പാസ്സാകുന്ന സമയത്ത് പാസ്സായതിനു ശേഷം ഒരു മെഡിക്കൽ കൗൺസിലിന്റെ
ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഡെന്റൽ സർജൻസ് ഇതുപോലെയുള്ള പ്രൊസീജിയേഴ്സ് ഇദ്ദേഹം പറയുന്ന മാതിരി മൂക്ക്, ചെവി, ത്രെഡ് ലിഫ്റ്റിംഗ് അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പാടില്ല എന്ന് 17/5/2019 ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. മറ്റ് 2 യുവതികൾ കൂടി സമാന പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഒരാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നുമുണ്ട്. നിരവധി പേരാണ് സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള പരസ്യങ്ങൾ കണ്ട് സൗന്ദര്യവർദ്ധക ചികിത്സകൾ ചെയ്ത് ബുദ്ധിമുട്ടിലാകുന്നത്. നിരവധി പരാതികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ന്യൂസ് 18 കൊച്ചി. ചില കുത്തുവാക്കുകളും പരാമർശങ്ങളും നമ്മളേറെ വേദനിപ്പിക്കാറില്ലേ? എത്ര മറക്കാനും പൊറുക്കാനും ശ്രമിച്ചാലും അത് മനസ്സിൽ നിന്ന് അങ്ങനെ പോകില്ല. നടൻ ടിനി ടോമിൻ്റെ വാക്കുകൾ അൻസിബയെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അയാളോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ലെന്ന് പറയുന്നത്. തനിക്ക് ഡബിൾ ഡാഡി സിൻഡ്രോമാണെന്ന് ടിനി പറഞ്ഞെന്നാണ് അൻസിബയുടെ ആക്ഷേപം. ടിനി ടോമിനെതിരായ പരാതിയിൽ അൻസിബ ഹസൻ കടവന്ത്ര പോലീസിന് മുൻപിൽ മൊഴി നൽകി. പോലീസ് കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. മതം മാറ്റം, ജിഹാദി വിളി തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളും അൻസിബ പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. ഇൻഫോ പാർക്ക് പോലീസിനാണ് അൻസിബ ആദ്യം പരാതി നൽകിയിരുന്നത്. എന്നാൽ സംഭവം നടന്ന സ്ഥലം കടവന്ത്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ തുടർ നടപടികൾക്കായി കടവന്ത്ര പോലീസിന് കൈമാറുകയായിരുന്നു. ഒരു മതസ്പർദ്ധ ഉണർത്തുന്ന രീതിയിൽ എന്നെ പറ്റി ഞാൻ മതം മാറ്റാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെ പ്രൊഡക്ഷൻ കൺട്രോളറും അദ്ദേഹത്തിന്റെ മകനെയും ഒക്കെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള പ്രചരണമൊക്കെ അധികം വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ അങ്ങനെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കും. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ളവരായിട്ട് പോലും എനിക്ക് അവിഹിത ബന്ധമുണ്ട്. എനിക്കത് പബ്ലിക്കലി പറയാൻ പോലും പറ്റുന്നില്ല. അത്തരത്തിലാണ് എന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞതൊക്കെ ഞാൻ എങ്ങനെയാണ് ക്ഷമിക്കണം എന്ന് പറയണത്? അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും ക്ഷമിക്കുകയില്ല, മറക്കുകയില്ല. കാരണം ഒരാളോടും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ഓരോ വ്യക്തിക്കും അവരുടെ കുടുംബത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴേ അതിന്റെ വേദന അറിയുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്ന കേരളത്തിലെ ജനങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും സ്ട്രെങ്ത്തിൽ ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പോഴും ഞാൻ പോലീസ് സ്റ്റേഷനിൽ വരുന്നത്, അഡ്വക്കേറ്റുമായിട്ട് വരുന്നത്. അൻസിബയുടെ മൊഴി വിശദമായി പരിശോധിച്ച ശേഷം ആരോപണ വിധേയനായ നടൻ ടിനി ടോമിനെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തും. ഇരുവരുടെയും മൊഴികൾ വ്യക്തമായി പരിശോധിച്ച ശേഷമായിരിക്കും കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള അടുത്ത ഘട്ടങ്ങളിലേക്ക് പോലീസ് കടക്കുക. അമ്മ സംഘടനയുടെ ഫെബ്രുവരി 14 നടന്ന കുടുംബസംഗമത്തിന്റെ സ്പോൺസർഷിപ്പ് സംബന്ധിച്ച് ഉടലെടുത്ത ആഭ്യന്തര തർക്കമാണ് സംഘടനയുടെ മുന്നോട്ടുപോക്കിനെ തന്നെ ദുർബലപ്പെടുത്തുന്ന തരത്തിൽ ഇപ്പോൾ വളർന്നിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ഇഡിയുടെ ചോദ്യമുന്നിലേക്ക് വരികയാണ്. വെള്ളിയാഴ്ച കൊച്ചിയിലെ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വീണയ്ക്ക് ഇഡി സമൻസ് അയച്ചു. വീണയ്ക്കൊപ്പം മറ്റ് 8 പേർക്ക് കൂടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. അന്വേഷണം തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകിയതോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി. വീണയ്ക്ക് പുറമെ CMRL MD ശശിധരൻ കർത്ത, CMRL ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരണസ് കർത്ത, CMRL ചീഫ് ജനറൽ മാനേജർ KS സുരേഷ് കുമാർ, CMRL ജീവനക്കാർ എന്നിവർക്കാണ് സമൻസ്. വീണയും ശശിധരൻ കർത്തയും വെള്ളിയാഴ്ച ഹാജരാകണം. വീണയുടെ പിതാവും മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ, ഭർത്താവ് മുഹമ്മദ് റിയാസ് MLA, CMRL MD എന്നിവരുടെ വീടുകൾ ഉൾപ്പെടെ 12 ഇടങ്ങളിലായിരുന്നു ഇഡിയുടെ റെയ്ഡ് നടത്തിയത്. CMRL കമ്പനി വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻ എന്ന കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന കേസിൽ ഇഡി അന്വേഷണം തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും അനുമതി നൽകിയിരുന്നു. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL നൽകിയ അപ്പീൽ തള്ളിയിരുന്നു.
കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണം നടത്തുന്നതിനും താൽക്കാലികമായി സ്വത്ത് കണ്ടുകെട്ടുന്നതിനും ഇഡിക്ക് മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസിയുടെ എഫ്ഐആറോ പരാതിയോ വേണ്ടതില്ലെന്ന് വ്യക്തമാക്കിയായിരുന്നു ഉത്തരവ്. സുപ്രീം കോടതിയെ സമീപിക്കുവാൻ 2 ആഴ്ചത്തേക്ക് കടുത്ത നടപടികളിൽ നിന്ന് സംരക്ഷണം നൽകണമെന്ന CMRന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടുവെങ്കിലും അനുവദിച്ചിരുന്നില്ല. ന്യൂസ് 18 കൊച്ചി. നമ്മുടെ വീടുകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാൻ വരുന്ന സാധുക്കളായ ചില സ്ത്രീകളെ കാണാറില്ലേ? പലരും ജീവിക്കാൻ മറ്റു വഴിയില്ലാത്തത് കൊണ്ടാണ് ഈ ജോലി പോലും തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയുള്ളവരുടെ അല്പം കരുണയും മാന്യതയും കാണിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, പല വീടുകളിൽ നിന്നും ഇവർക്ക് ദുരനുഭവം നേരിടുന്നുണ്ട്. തിരുവനന്തപുരം കടക്കാവൂരിൽ ഹരിതകർമ്മ സേനാംഗത്തിന് നേരെ വീട്ടുടമയുടെ ആക്രമണമുണ്ടായി. കടക്കാവൂർ നെടിയവിള സ്വദേശി രാജുവാണ് അസഭ്യം പറയുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കടക്കാവൂർ നെടിയവിള അപ്പൂപ്പൻനടയ്ക്ക് സമീപമുള്ള റബ്ബർ തോട്ടത്തിന് താഴെയുള്ള വീട്ടിൽ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണത്തിനായി എത്തിയ ഹരിതകർമ്മ സേന അംഗത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളായ സതികുമാരിയും സഹപ്രവർത്തകരും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനിടെയാണ് സംഭവം. ഹരിതകർമ്മ സേനാംഗത്തെ പ്രതി അസഭ്യം പറയുകയും സഹപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ വെച്ച് മർദ്ദിക്കുകയുമായിരുന്നു. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ രാജുവിനെ കടക്കാവൂർ SHO സൈജുവിൻ്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. SIമാരായ ജയപ്രസാദ്, രാജീവ് എന്നിവരും പോലീസ് ഉദ്യോഗസ്ഥരായ ജയശങ്കർ, ശ്യാം എന്നിവരും ചേർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് രാജു പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം. ഓപ്പറേഷൻ തൂഫാൻ കൊടുങ്കാറ്റ് പോലെ സംസ്ഥാനത്ത് ആഞ്ഞു വീശുകയാണ്. ലഹരി മാഫിയയുടെ വേരറുക്കാൻ പോലീസ് സേന ഒന്നടങ്കം രംഗത്തുണ്ട്. വയനാട് ബത്തേരി വാടക വീടിനുള്ളിൽ രഹസ്യ അറയിൽ സൂക്ഷിച്ച ലഹരി വസ്തുക്കളുടെ വൻ ശേഖരം കണ്ടെത്തി. സംഭവത്തിന് ശേഷം മുങ്ങിയ പള്ളിക്കണ്ടി സ്വദേശി ഇസഹാക്കിന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാണ്. ഇയാൾ മുൻപും സമാന കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറയുന്നു. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി വയനാട് പോലീസിന്റെ വൻ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുടെ വേട്ട. വാടക വീട്ടിൽ നിന്നാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പിടികൂടിയത്. പള്ളിക്കണ്ടി സ്വദേശി ഇസഹാക്ക് താമസിക്കുന്ന വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 7 ചാക്കുകളിലായി 12,000 പാക്കറ്റ് ഹാൻസും 1,800 പാക്കറ്റ് കൂൾലിപ്പും പിടിച്ചെടുത്തത്. വീടിനുള്ളിൽ അലമാരയുടെ പുറകിൽ രഹസ്യ അറയുണ്ടാക്കി ചാക്കുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇത്. രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയോടെ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ബത്തേരി പോലീസും നടത്തിയ പരിശോധനയിലാണ് വലിയ അളവിലുള്ള ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത്. ഇയാളുടെ കാറിൽ നിന്നും 1 ചാക്ക് പുകയില ഉൽപ്പന്നവും കണ്ടെടുത്തു. ഈ വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾ മുൻപും സമാന കേസുകളിൽ പ്രതിയാണ്. സമീപ പ്രദേശങ്ങളിലും മറ്റും കുട്ടികളടക്കമുള്ളവർക്ക് വിൽപ്പന നടത്തുന്നയാളാണ് ഇയാൾ. സംഭവം അറിഞ്ഞ് ഒളിവിൽ പോയ ഇസഹാക്കിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ജൂൺ 1 മുതൽ ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതിന് ശേഷം 11 കേസുകളാണ് ബത്തേരി പോലീസ് രജിസ്റ്റർ ചെയ്തത്. ന്യൂസ് 18 വയനാട്. സമൂഹത്തിലെ കൊള്ളരുതായ്മയ്ക്കും തെറ്റുകൾക്കുമെതിരെ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. അധികാരവർഗത്തോടും മാഫിയ സംഘങ്ങളോടും പരസ്യമായി പ്രതിഷേധിക്കുന്നവർക്ക് ചിലപ്പോൾ കയ്യടി കിട്ടാറുണ്ട്. എന്നാൽ തെറ്റിനെതിരെ പ്രതികരിക്കുന്നവരെ തൻ്റെടികളും ധിക്കാരികളുമായി കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും വാദി പ്രതിയാകാം. ഭീഷണികളും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും നേരിടേണ്ടി വരാം. ഒരു പ്രശ്നം വരുമ്പോൾ പ്രിയപ്പെട്ടവർ പോലും ഒറ്റപ്പെടുത്താം. അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യമുണ്ടായിരുന്നുവെന്ന് കുറ്റപ്പെടുത്താം. കാലം അങ്ങനെയാണെന്ന്. സമൂഹത്തിലോ ജോലിസ്ഥലത്തോ നടക്കുന്ന അനീതികൾക്കും തെറ്റുകൾക്കുമെതിരെ പ്രതികരിക്കുന്നവർക്ക് പല വെല്ലുവിളികളും ഭീഷണിയും ഉണ്ടാകുന്ന സാഹചര്യമാണ്. ഇതെല്ലാം നേരിടാൻ മാനസികമായി കരുത്തുണ്ടെങ്കിൽ മാത്രമേ പ്രതികരിക്കാൻ ഇറങ്ങാവൂ കേട്ടോ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകും. നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.